പണ്ടാടാ ഞാൻ ചന്ദ്രന്റെ അവിടെ ഒരു ദിവസം വന്നു പോയടാ. എന്നിട്ട് പിറ്റേ ദിവസം ചന്ദ്രന്റെ കണ്ണാടി കാണാതെ ഞാനത് അടിച്ചോണ്ട് പോയി എന്റെ തലയിലങ്ങ് ആക്കിയടാ. എടാ കള്ളം പറഞ്ഞല്ല മൈരെ ഇടിച്ച് കുനിച്ചർത്തിടി. ഞാൻ ഇത്ര എടാ ഞാൻ പേട്ടാ യവന് യവനടുത്ത് അന്ന് വന്നിട്ട് പറഞ്ഞു ചന്ദ്ര ഈ ഗ്ലാസ് കൊള്ളാലോ, ചന്ദ്ര എവിടെന്നാ മേടിച്ചേ? ചന്ദ്ര ഞാൻ ഇത് കൊണ്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞു കയ്യിലൊക്കെ എടുത്തേട്ടാ. അപ്പൊ യവൻ ഇത് എടുത്തോണ്ട് യവൻ ഇത് എടുത്തിട്ട് വേറെ കൊണ്ട് വെച്ചോ. അതറിയാ വിളിച്ചവനെ. യവനങ്ങ് സ്വന്തം കള്ളനായി. ആളില്ലെന്നാ ആളില്ലേ? ആര് കത്തി? ഇങ്ങോട്ട് വന്നോണ്ടിരുന്നല്ലോ. ഓൾറെഡി എത്തി. ആരാ കത്തിയാരാ? എടാ CM വീഡിയോ ഇടുന്നുണ്ട്, ഹോൾഡ് ചെയ്യേ. CM വീഡിയോ എടാ കത്തിയാടാ ആരെങ്കിലും? എടാ അഡ്മിനടുത്ത് വലിച്ചിടാൻ പറയാനാ? അതായത് മറ്റേ കത്തിയാള് വന്ന. ഓക്കെ 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 ഓക്കെ. അവനോട് ചോദിക്കാ എന്തോ സംഭവം നോക്കിയ POV കൊണ്ടുവരാൻ പറയാ, എന്താന്ന് നോക്കി. എന്തോടാ? ഹലോ എടാ സാമിയാണ്. ഇതുകൊണ്ടോ ബ്രോ POV? ഇതെന്താണ് സംഭവം? എന്തൊരു വെടി വെച്ചവിടെ. എടാ വെടിവെപ്പ് ഉണ്ടായ? വെടിവെച്ച് തുടങ്ങിയ? വണ്ടി പോയില്ലേ? എടാ ഇപ്പൊ ഇനി കേറാൻ പറ്റുമോടാ? സ്റ്റാർട്ടായില്ലടാ, ഇനി കേറാൻ പറ്റുമോ? എല്ലാ വണ്ടിയും പോയാ? വെയിറ്റ്, ഞാൻ ഒരു വണ്ടി ഇങ്ങനെ എടുത്തിട്ട് വരാം. വെയിറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ അവിടെ തന്നെ വരുമല്ലോ, അവൻ അവിടെ തന്നെ വരുമല്ലോ അപ്പൊ. ഓക്കെ ഓക്കെ. വണ്ടിക്ക് ഞാൻ റെഡി പണ്ണ. ഇവിടെ നിന്ന് ഞാൻ പാഴ്സൽ അയക്കാനാ? ഇവിടെ ടിവിയുടെ വണ്ടിയൊക്കെ DV ആയി പോയെന്ന്. കൊറേ സമയം എടുക്കട്ടാ. ഇട്ടോടക്ക വെയിറ്റ്. ആ ചന്ദ്രു അപ്പൊ അവിടെ പരിപാടി നടക്കത്തില്ലല്ലേ? ചന്ദ്രു ഇങ്ങനത്തെ ഓൺലൈൻ മർഡറിലൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ചന്ദ്രു. ഈ റീൽസ് വരത്തില്ല ചന്ദ്രു? റീൽസ് അതിനിങ്ങനെ പറയല്ലോ, നിങ്ങൾ ശ്വാസം താഴെ വരെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേ എന്താ വലിയ കുണ്ടായെന്നുള്ള രീതി പറയത്തില്ലേ? അതിലൊക്കെ ശ്വാസം എടുത്ത് പിടിച്ചു നിന്നിട്ടുണ്ടോ ചന്ദ്രു? മറ്റേ ബ്രീത്തിങ് ചലഞ്ച്, മറ്റേ സർക്കിൾ കറങ്ങി വരത്തില്ലേ? ഞാനിപ്പോ ഇന്ന് ചത്തു വരെ ചന്ദ്രു. അതൊക്കെ കേസ് അതിലൊന്നും പോയി പങ്കെടുക്കല്ലേ, അതൊക്കെ ഓൺലൈൻ മർഡറാണ്. അത് ചെയ്യാൻ പറ്റുന്നവർക്കടാ, അതിനൊക്കെ ചെയ്യാൻ പറ്റാത്തത്. നിനക്ക് ലെൻസ് ഇല്ല, നിനക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല കൺട്രോൾ ചെയ്യാൻ. എനിക്ക് ലെൻസിനുള്ള സീനും ഇല്ല. എടാ അത്രയും കൺട്രോൾ ചെയ്ത് നോക്കണം, മനസ്സിലായില്ലേ? എടാ ഞാൻ കയാക്കിംഗ് ഒക്കെ ചെയ്ത ദിവസം ചന്ദ്രന്റെ അടുത്ത് ചോദിച്ചാ എന്റെ അതാടാ തുപ്പി വെള്ളമൊക്കെ കുടിച്ച് ഛർദിച്ച് വാള് വെച്ച് ഞാൻ നോക്കിയപ്പോ എടാ ഞാൻ അവസാനം ഉണ്ടോ ഞാൻ കയക്കിന്റെ അന്നത്തെ കാര്യം പറഞ്ഞാല് ഞാനും അങ്ങോട്ട് പോയത് ടുബോർഗ് നിമ്മുവാണ് കേട്ടാ. ടുബോർഗിന്റെ പതപ്പൊന്നും കേട്ടാ. ടുബോർഗ് ചത്ത്. ടുബോർഗിന് വയ്യ, നിക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തിയേട്ടാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ, അതായത് ഞാൻ നിമ്മോട്ടാണ് വന്നേ. ഞാൻ പറഞ്ഞു ടുബോർഗ് ഒറ്റയ്ക്ക് പക്ഷേ കുഴപ്പമില്ല, ടുബോർഗ് മനസ്സിലായി അവന് അത്രയും ഇതല്ലേ, അല്ലെങ്കിൽ ഒന്നാണ് ഫസ്റ്റ് ടൈം കൂടിയാണ്. ഞാനും നിമ്മു പകരെത്തിയപ്പോ ബാക്ക് ചെയ്ത നിലവിളി. മറ്റവന് വയ്യ. റെഡി ഇടുമ്പോഴേ അവിടെ കുത്തിക്കോണം കേട്ടാ എല്ലാരും. അല്ല ഞാനും മൂവി CM ആ മാർക്കട, അതുകൊണ്ട് ആ മാർക്ക് എത്തൂല. ഞങ്ങൾ നോക്കി
ആ ടയർ പൊട്ടിക്കില്ലേ, ടയർ പൊട്ടിച്ചു കൊടുക്കല്ലേ. കാരണം അവിടുന്ന് പോലും ടയർ എത്തിക്കുന്നില്ല, മനസ്സിലായി ബുള്ളറ്റ്. ആ ലെഫ്റ്റ് വരുന്ന വണ്ടിയെ ടയർ അടിച്ചു പൊട്ടിച്ചിട്. ഇവിടം വരെ എത്തേ, ഇവിടം വരെ എത്തേ. ആ കല്ല് വരെ എത്തും. നൈസറാ നൈസറാ, അത് കൊള്ളുന്നുണ്ട് കൊള്ളുന്നുണ്ട് കൊള്ളുന്നുണ്ട്. നൈസറാ. ആ പിങ് വരാൻ പറ്റത്തില്ല. അവര് 3 വണ്ടി ഓൾറെഡി അവിടെ നിൽക്കോടാ, കുത്തി ഇറങ്ങൂടാ. അവർക്ക് ബാക്കപ്പ് ആയിട്ട് ഇവിടെ ഈ കല്ലേലും കുത്തും, മനസ്സിലായോ? ഈ കല്ല് കാണാം. ഇല്ലടാ ഇല്ലടാ, അവന്മാര് പാനിക് ആക്കി ടയർ അടിച്ച് പൊട്ടിച്ചോളെ. അവന്മാർ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു വാ. ബാബാ റൈറ്റ്. കഴിഞ്ഞോ? നൈസറാ നൈസറാ. കൊട്രാ കൊട്രാ. റിഫ്രഷ് സ്കിൻ ആണിടാ ഡീമാ. റിഫ്രഷ് സ്കിൻ വെൽ ഡൺ ബഡി, വെൽ ഡൺ. തൊലച്ചു തൊലച്ചു. അവര് സംഭവം എന്താ അറിയോ, പുള്ളി CM കളിക്കുന്നവൻ എന്റെ വ്യൂവറാ. അപ്പൊ എനിക്ക് നല്ലോണം അറിയാം ഞാൻ അഗ്രഷൻ കാണിക്കാൻ വേണ്ടിയാണ് അവൻ വെയിറ്റ് ചെയ്തത്. ഓ നൈസറാ നൈസറാ. ലഡുവായിട്ട് വന്നിട്ടുണ്ട്, ലഡുവായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ എത്തിച്ചേക്കാം കേട്ടോ. ചുക്കിയുടെ ലഡു കൊണ്ടുവരും കേട്ടോ. ചുക്കി ലഡുവായിട്ട് വരും കേട്ടോ. വെച്ചേക്ക് കേട്ടോ. കഴിച്ചോ കേട്ടോ മക്കള്. ആയിട്ടില്ലേ കേട്ടോ. ലഡു തിന്നണേ. രാമ പറഞ്ഞു നിന്നെ ജുഗുറിന്റെ ഫയലിലാണോ? ജുഗുറിന്റെ ആണോ? അത് ഞാൻ റിഫ്രഷ് അടിച്ചിട്ട് ഓൺ പോയില്ല. അതാ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ബാക്കിൽ ആരും ഇല്ല. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് അടി കിട്ടിയത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് കറങ്ങി. അതായത് നമ്മുടെ ടീം അവിടെ ഇങ്ങും ഇല്ല, അവരുടെ ബാക്ക് സ്റ്റാബില ഞാൻ പോയേ. വെൽ പ്ലാഡ്. ചാനല് നീ ഒന്ന് നിർത്തിയേ. ആ കാലിയെ വന്ന് കൊണ്ടുപോകും. എടാ ജുഗ്രുവാണോ എന്നെ അടിച്ചേ? കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. എന്ത് എടാ റൈറ്റ് കറങ്ങണം, മനസ്സിലായില്ലേ? നമ്മൾ കറങ്ങിയ കണ്ട അതുപോലെ കറങ്ങണം, അല്ല അവിടെ നിന്നങ്ങ് അടിക്കരുത്. ഞാൻ കറങ്ങിയില്ലേ, പക്ഷെ നിങ്ങൾ പറയുന്നതിന് ഞാൻ ഒരു കാര്യം ഇട്ടോട്ടെ വാട്സാപ്പില്. എന്താ ഗുഡ് നൈറ്റ് ചന്തിമുഖൻസ് പറഞ്ഞു. എനിക്കത് ഉറപ്പായിരുന്നു അവന്മാർ ഇവിടെ കുത്തുവന്ന്, മനസ്സിലായോ? അത് ഞാൻ ഇവിടെ തന്നെ നിന്നെ. നീ വീണ്ടും പൊങ്ങിയോടാ. അവന് പ്രശ്നമാണ്, കില്ല് കൊടുത്തില്ല അവൻ കൊല്ലേ. സാവേജ് ഓടിക്കോ. നീ പോന്നില്ലേ ഇരുന്ന് ഡൈനോസർ വേൾഡ് വൺ ഷോട്ടല്ല. ഓ പ്രാന്ത ഇറങ്ങി തോന്നുന്നല്ല. നമുക്ക് ജയിച്ചാ മതിടാ. നമ്മൾ ആരുടെ മുമ്പിലും തോറ്റു പോരുത്. അടി ഈ പട്ടിക്കുറിപ്പ് ഇറങ്ങിയോ? സത്യമേല
നമ്മ തോക്കരുതളിയാ. അതെ, നമ്മൾ ആര് ബലിയാടായാലും കളി തോക്കരുത്. കില്ല് കിട്ടിയില്ലേ? എടാ കിട്ടി. കാണില്ല, കില്ല് കിട്ടി ചെറുക്കെ കാണിച്ച പെട്ടെന്നാട്ടെ. ഞാനൊന്ന് ചെക്കൻ കാണിക്കുന്നേക്കാ. ആദ്യം സെക്കൻഡിൽ തുടങ്ങാം. അതെ സെക്കൻഡിൽ നിന്ന് കാണാം. ആ 1v4 ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. ഞെട്ടട്ടെ. അയ്യോ കറണ്ട് പോയി. ആ പെട്ടെന്ന് കാണിച്ചു സെക്ക. സമയമില്ല, കറണ്ടൊക്കെ തെന്നി തിരിച്ചു. നമുക്ക് കേറി അടിക്കാന്നാ. എന്നിട്ട് നീ മുങ്ങാനല്ലേ പാട്ടി. ആ സത്യം, കള്ള ഫ്രാഡ്. പെട്ടെന്ന് കാണിക്കണ സെക്ക. ഞങ്ങളൊക്കെ ഒന്ന് ഇംപ്രസ് ആവട്ടെ. ഷോ കാണിക്കുവാണേ, വലിയ ഷോ. അവിടെ എത്ര പേരാടാ ഞാൻ ഡിങ്കി ചെയ്ത് വിട്ടേന്നറിയോ? എല്ലാ എണ്ണം തൂറി നാരി ഓടി. ശിലാൻ ബ്രോ, ബൈ ബൈ. ആ കിട്ടും. എടാ നമ്മളെ ലേറ്റ് ആയതല്ലോ, അവൻ ഇടിച്ചിട്ടതാ. കുഴപ്പമില്ല. വരെയൊക്കെ ഓക്കെ ബ്രോ, ഇറ്റ്സ് ഓക്കെ. അടി കിട്ടാൻ നീ റിഫ്രഷ് അടിച്ചോ? നല്ലായിരിക്കും. ആണ്ടെ പട്ടി. എടാ എനിക്ക് നീ തന്നു 2. ചുമ്മാ 3 അല്ല നല്ലോണം കളിച്ചു. സെക്കൻഡ് കളിച്ചു കണ്ടത്. நீ பாரு அப்பா கவர் எடுத்து ஹெட் ட்ராக் பண்ணுவான், நல்லா பண்ணுவான், நான் பார்த்தேன். അത് ഞാൻ കണ്ടേ. എടാ ഞാനൊരു കാര്യം വിട്ടേ. അവൻ ഇട്ടങ്ങ് വരച്ചടാ. കൊള്ളാടാ ഇമ്പ്രൂവ്മെന്റ്. എടാ പക്ഷെ ഞാൻ കാര്യം പെട്ടെ, 2 ഡിങ്ക് നിന്റെ വഴി, 1 ഡിങ്ക് ജുഗ്രുവിന്റെ വഴി. അപ്പൊ എന്നെ എനിമി അടിച്ചിട്ടില്ല. ഞാൻ എനിമിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് തിത്താറ് കളിക്കായിരുന്നു മൂവ്മെന്റ് ഇട്ട്. ഞാൻ വലിയൊരു മൂവ്മെന്റ് ഒക്കെ ഇട്ട് അടിക്കുക. പക്ഷെ എന്നെ ഞാൻ ബാക്കിൽ കുത്തത്തുള്ളൂ. അടി മാത്രം കാണിക്കേ, ആദ്യത്തെ വരെയൊന്നും കാണിക്കണ്ട. കുഴപ്പമില്ലടാ, നീ എന്താന്ന് വെച്ചാ കാണിയില്ല. ഇത് വീണ്ടും കാണിക്കുന്നു. അവന്റെ വര കാണാം. അവന് ഭ്രാന്തായി. ചന്തിക്കടിക്കുന്നു. അവന് തെക്ക മൈൻഡ് പോലും ആക്കില്ല. അവന് വെടിയൊക്കെ ஜெக்கனோட பிஓவில அவனோட சவுண்ட் என்ன தெரியுமா? ഞാനിപ്പോ സൗണ്ട് ഉണ്ടാക്കിയതാ കോച്ച്. എന്താ ഇത്? இல்ல அவனோட இதுல போய் பாரு യൂട്യൂബിൽ. ഇതേ സിറ്റുവേഷൻ അയ്യോ ഇവിടെ ഞങ്ങള് നോക്കിയപ്പോ ഒരു പടമുണ്ട്. ഇവിടെ ജുഗ്രു എടുത്ത് പിടിച്ചോ. എന്താ ഇവിടെ നിങ്ങൾ പോയല്ലേ? ഷീൽഡ് വെച്ചിരിക്കുന്നത്. ഹീലിംഗ് ഉള്ള ഇത്. അല്ല ഇവിടെ വേറൊരു സാധനമുണ്ട്. ചാടി ഇറങ്ങുന്ന ഇപ്പൊ കണ്ടോണേ. അവന്റെ സാധനം പോയി. എടാ അവന്റെ ബിരിയാണി ചെമ്പ് പോയി. മന്ദാരം ഞാൻ ഒരുത്തിനെ അടിച്ചു. അവന് ഷീൽഡ മൊത്തം കൊണ്ടത്. എനിക്ക് ബിരിയാണി ചെമ്പും കൊണ്ട് വരുന്നു. അത് ഈ വണ്ടിക്ക് നിറച്ച് കൊടുത്തു വിടൂടാ. ചാവൂല.
വണ്ടിയല്ല മാറിപ്പോയി ഈ വണ്ടിയല്ല ഇതേപോലെ തന്നെ ആ ചെറിയ വണ്ടി ഇതല്ല കൈ കൊണ്ട് എങ്ങോട്ട് പോകണം? അവിടെ നിന്നാ ടൈപ്പ് തിരിച്ചോടറിയാ നോക്കിയപ്പോ കഴിഞ്ഞിട്ട് ഞാൻ മരണം കാണാട്ടെ എനിക്ക് ഇവിടെ പോയി അടിച്ചത്. കവർ ചെയ്യുന്നുണ്ട് അത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവനും കുറെ കൊടുക്കും ഞാനും കിട്ടി. ഇവനെ ആരും കൊണ്ടുപോകണം. നമുക്ക് കേറി വന്നേ ഉള്ളൂ. ആദ്യം വന്നതിനെ ഞാൻ അടിച്ച്, രണ്ടാമത് കിണ്ടി അടിച്ചു. റിഫ്രഷ് ആവണല്ലോ എന്റെ. എടാ ബീഡി നിന്റെ 1v2 PV കാണിരുന്നു. കാലയിൽ ഞെക്കി വെച്ചു. കാലില് എന്തുവാടാ റേഡിയോ? ഇവന് ചെയ്യണം എല്ലാരും. എൻവിയോ സെക്കൻഡ് അല്ല സെക്കൻഡ് ഇവിടെ ഒരു ലോട്ടറി എടുക്കണം കേട്ടോ. ചില്ലറ ഭാഗ്യമല്ല, പിന്നെ ചില്ലറ ഭാഗ്യമൊന്നും അല്ല കിട്ടുന്നത്. അടിക്കണ്ട അവനെ അടിക്കണ്ട, എനിക്ക് അടി കിട്ടിയ അടിക്കണ്ട. റിഫ്രഷ് ആയില്ല. ഞാൻ ഓടിയോളൂ. പണിക്ക് പോടാ. എന്തൊരു ഇതല്ലേ. കണ്ട ഞാൻ അവിടുന്ന് വെട്ടിച്ച് നടക്കുവാ മൂവ്മെന്റ് ഇട്ട്. അതാ അവിടെ വന്ന് കൊടുത്തടാ. അയ്യോ ഞാൻ ഇവിടെ നോക്കി ഒരുത്തരെ കണ്ടുകൊണ്ടാണ് ഞാൻ നോക്കിയവർ കറക്റ്റ് എന്റെ ബാക്കിൽ എത്തിയവര്. എടാ അടുത്ത പ്രാവശ്യം ഡിങ്ക് തരുമ്പോഴാടാ പിന്നെ സെക്ക ഒന്ന് റീലോഡ് ചെയ്യാൻ പറയണടാ. ഞാനത് അറിഞ്ഞില്ല നീ രണ്ടെണ്ണം തന്നു. ഞാൻ മന്ദാരത്തിന് ഹെഡ് മന്ദാര റീഫ്രഷ് അടിന്ന് പറഞ്ഞു. അല്ല അത് പറഞ്ഞാൽ ഞാൻ റീലോഡ് അടിച്ചേനെ. എനിക്ക് അങ്ങനെ അറിയുന്നില്ല, മനസ്സിലായ സ്വന്തം ടീം തന്നെ അടിക്കുന്നത്. എനിക്കിവിടെ പമ്പരം കറങ്ങാൻ മാത്രമുള്ള സമയം. എനിക്ക് പമ്പറ കിടക്കത്ത് കൂടെ സമയം കൊടുക്കില്ല. 2 റൗണ്ട് ഞാൻ ചുറ്റിന്റെ അതിന്റെ ഉള്ളിൽ കൂടെ ആരും കണ്ടില്ല. വണ്ടിക്കകത്ത് കത്തിപ്പോയി കേട്ടോ, അതിന് കൈ പൊക്കിയിരിക്കുന്നു. നമ്മുടെ കൊടുത്ത് എടേ എന്റെ ഇത് വ്യൂ കണ്ടായിരുന്നു നിങ്ങള്? ഞാൻ തൂറിയുടെ എന്നെ കിട്ടിയിട്ടാമാര് ഇവിടെ മറ്റേ പീടിയുടെ. ഞാൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ നീല? ഇവിടെ 2 വണ്ടി കിടക്കുന്നത്. അവിടെ കുത്താന്നൊക്കെ പറഞ്ഞ വരുന്നത്. ഞാൻ പക്ഷെ കോള് പറയുന്നുണ്ടായിരുന്നില്ല എന്നെ നിൽപ്പിയെന്ന് പറഞ്ഞിട്ട്. പട്ടി കരയുന്നല്ലോ കരഞ്ഞു ഞാനവിടെ. കണ്ടാ മാർക്കോ കണ്ടാ ആ മാർക്ക് ഞാൻ പറഞ്ഞില്ലേ. അവിടെ பார்த்தா இருக்கிற 12 பிடிவைகள் அடிச்சு நான் காணிக்கிறேன். அடுத்து അരച്ചോണ്ട് പോയെന്ന്
അതുണ്ട് ജുഗുറു അവ അടിച്ചോണ്ട് ഓടുന്നുണ്ടോ ഒരുത്തനെ ജുഗുറു അതേ ഫോക്കസ് ചെയ്തേ അതേ അവന്റെ ഷീൽഡ് അവന്റെ അതെന്ത് അഡ്വാൻറ്റേജ് ആടാ ഷീൽഡ്? നേരെ എയിം ചെയ്ത് റൈറ്റ് ഇറങ്ങിയടി ബാ ഇവിടെ ഈ പെണ്ണുമ്പളേക്കും കൊടുക്കുക അവക്ക് ഷീൽഡ് അടിക്കുന്നത് കേട്ടത്. എന്തൊരു സാധനം അതൊക്കെ. ബിരിയാണി ചെമ്പൊക്കെ എടുത്തോണ്ട് കളിക്കാൻ പീടി വരും. എന്നിട്ട് ഈ ഇങ്ങോട്ട് പുഷ് ചെയ്തേ ഇവനെ പണി കയറി ഈ പിങ്ങി ബാ അത്ര ഉള്ള ഷീൽഡ് ഭയങ്കര അഡ്വാൻറ്റേജ് ആട്ടോ. ആണ് ആ 3D-യിലൊക്കെ ചാവണ്ടത്. നോർമൽ അതായത് ഒരുത്തിട്ട് ചാടി ഇറങ്ങുന്നേ. നോർമൽ പ്ലേയേഴ്സ് കളിക്കുവാണെങ്കിൽ ഓക്കെ കളിയാ. പക്ഷെ അടി വെരി ബാഡ് സാർ പ്ലീസ് എന്താ ഷീൽഡ് കൊണ്ടുവന്ന് എങ്ങനെ അടിക്കാന് ഞാൻ വെച്ച പോവാ